ഹായ്, എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ചാരിറ്റിയുടെ മറവിലെ വടവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അതായത് നമ്മുടെ കല്യാണ റാണിയുടെ കൂട്ടുകാരിയുടെ ഒരു 100 രൂപ ചലഞ്ച്, ജപ്തിയുടെ വക്കിൽ വീട് എന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ച അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയിൽ കല്യാണ റാണിയുടെ കൂട്ടുകാരിയുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയിൽ ഈ കൂട്ടുകാരിയുടെ, അതായത് കല്യാണ റാണിയുടെ കൂട്ടുകാരിയുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കല്യാണ റാണി എന്താണോ പറഞ്ഞത് അത് ഒന്ന് വിശദീകരിച്ച് അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. മൂത്തതിൻ്റെ താഴെ രണ്ടാമത്തെ കുട്ടിക്ക് അനീമിയ രോഗവും ചെറിയ കുട്ടിക്ക് കിഡ്നി രോഗവുമാണ് എന്നാണ് കല്യാണ റാണിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ അനീമിയ എന്ന രോഗത്തെയാണ് എന്തോ വലിയ മാറാത്ത രോഗമായി ഇവർ ചിത്രീകരിച്ചത്. ആ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് മാത്രമേ അനീമിയ എന്ന രോഗത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വന്ന് പുട്ടിയടിച്ച് ഇരക്കുന്ന നേരം ആ കുട്ടിക്ക് നന്നായി ഭക്ഷണം കൊടുത്ത് പരിപാലിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ ഈ അനീമിയ എന്ന് പറയുന്ന ഈ രോഗം. കാക്കക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊരു ചൊല്ലുണ്ട്. ആ കുഞ്ഞുങ്ങളെ അനാവശ്യമായി ഒരു വാക്ക് പോലും ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും പുട്ടിത്തള്ളക്ക് പൊള്ളിയല്ലേ. ആ കുട്ടിയുടെ രോഗം ചെറിയ രോഗമാണ് എന്ന് ഞാൻ വിശദീകരിച്ചപ്പോഴേക്കും പൊള്ളിപ്പോയി. അപ്പോൾ ഓർക്കണമായിരുന്നു ഒരു ഉമ്മയെ, ബീൻ ഫാമിലി എന്ന് പറയുന്ന 6 പിള്ളേരുടെ ഉമ്മയെ ഓർക്കണമായിരുന്നു. അവരുടെ ചെറിയ കുട്ടിയുടെ പിതൃത്വത്തെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കാൻ നിങ്ങൾ 3 സ്ത്രീകൾ കൊട്ടേഷൻ കൊടുത്തത് ഓർമ്മയില്ലേ? ആ ചവറിനെ കൂട്ടുപിടിച്ച് നിങ്ങൾ ചെയ്ത തെണ്ടിത്തരം ചെറുതായിട്ടേ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ളൂ. നാളെ അത് എൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റാര രൂപത്തിലോ നിങ്ങളെന്ന സ്ത്രീയെ തിരിഞ്ഞു കൊത്തും എന്നുള്ളത് സൂക്ഷിച്ചോ, ഓർമ്മയിൽ ഇരുന്നോട്ടെ. അത് നീ എന്താ പറഞ്ഞത്? അള്ളാഹു വലിയവനാണ് എന്ന്. അതെ, അള്ളാഹു വലിയവനാണ്. അതാണ് ആ കുട്ടിയുടെ രോഗം ഒരു മാറാ രോഗമല്ല എന്ന് അള്ളാഹു തെളിയിച്ചത്. നിനക്ക് മാത്രമല്ല മക്കളുള്ളത്. ബീൻ ഫാമിലിയുടെ 1 വയസ്സുള്ള കുഞ്ഞിനെ പറഞ്ഞ് ലൈവിൽ കയറി വന്ന് വയറ് നിറഞ്ഞോ എന്ന നിന്റെ കമൻറ്റിന് അവർ അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവർ നന്നായി സംസാരിക്കുന്ന ഒരു അഴയൻ ലേഡിയാണ്. നീ സമാധാനപ്പെട്. 1 വയസ്സ് മാത്രമുള്ള കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കണം എന്ന് കൊട്ടേഷൻ കൊടുത്ത നിന്നോട് അത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സമാധാനപ്പെടും മോളെ. നീ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നീ കരുതിക്കോ. അവരല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ നിന്റെ ഗതി അതോ ഗതിയായിരുന്നേനെ, ഈ ഞാനായിരുന്നെങ്കിൽ പോലും. അപ്പം ഇനി അനീമിയ എന്ന രോഗത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. അനീമിയ എന്നത് രക്തത്തിൽ ചുവന്ന രക്താണുക്കളുടെ കുറവാണ്. അതിൻ്റെ കാരണം ഇരുമ്പിൻ്റെ കുറവ്, വിറ്റാമിൻ ബിയുടെ കുറവ്, ഫോളിക് ആസിഡിൻ്റെ കുറവ്, പോഷകാഹാരക്കുറവ്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണം, തലകറക്കം, ശ്വാസം മുട്ടൽ, നെഞ്ചിടിപ്പ്, തലവേദന, വിളറിയ ചർമ്മം. ഇനി ഇതിൻ്റെ പ്രതിവിധി ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കുക, ചീര, ബീട്രൂട്ട്, മാംസം തുടങ്ങിയവ. വിറ്റാമിൻ അടങ്ങിയ ആഹാരം, പഴം, പച്ചക്കറികൾ കഴിക്കുക. ഇത് നല്ലോണം കഴിപ്പിച്ചാൽ ഈ അസുഖം പെട്ടെന്ന് ഭേദമാകും. ഇതാണ് ഇവർ പറയുന്ന വലിയ മാറാരോഗം. ഈ പുട്ടിയടിച്ച് നടക്കുന്ന ആ ക്യാഷിന് മതി ഈ കുട്ടിക്ക് നല്ല വിറ്റാമിൻസുകളുള്ള ആഹാരങ്ങൾ, ചീര, അങ്ങനത്തെ പച്ചക്കറികളൊക്കെ നല്ലോണം കഴിപ്പിച്ചാൽ ഈ കുട്ടിയുടെ ഈ അനീമിയ എന്ന രോഗം ഭേദമാകാവുന്നതേ ഉള്ളൂ. ഇനി എന്നെ കൊണ്ട് ഇവർക്കെതിരെ വീഡിയോ ചെയ്യിപ്പിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.